എടാ അനന്തുവേ ഒന്നങ്ങ് പിടിച്ചേ, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഒറ്റ രണ്ട് കൈതാ. ഓക്കെ, അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ശിംശിവ പൂത്തിട്ടുണ്ടെന്ന്, അതാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അതെ, നമ്മുടെ മായങ്കോമടസിൽ വിരിഞ്ഞ നമ്മുടെ ശിംശിവയുടെ പൂവ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫസ്റ്റ് ടൈം വിരിഞ്ഞതാണ്. 2-3 കൊല ഉണ്ടായി കിടപ്പുണ്ട് മേളിലും താഴെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞ് കാണാൻ പറ്റത്തില്ല. ഞാൻ ഇതിൻ്റെ മേളിൽ കയറിയാലേ നിങ്ങൾ എനിക്കതൊന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എടാ അനന്തുവേ ഒന്നങ്ങ് പിടിച്ചേ, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഒറ്റ രണ്ട് കൈതാ. ഓക്കെ, അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ശിംശിവ പൂത്തിട്ടുണ്ടെന്ന്, അതാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അതിൻ്റെ മൊട്ടുകളാണ്. ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പൂവ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ മേളിലൊക്കെ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് കിടപ്പുണ്ട്. ഇതാണ് കേട്ടോ ഒരു ഓറഞ്ചും റെഡിഷും കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ 2-3 ഇതളാണ് ഇതിൻ്റെ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോഴോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മായങ്കോമടസിൽ ആദ്യമായിട്ട് പൂത്തതാണ് ഇത് ശിംശിവ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഭാരതീയ ആചാരങ്ങളിലും വിശ്വാസങ്ങളും ഒക്കെ പ്രകാരം നമ്മുടെ ഇതിഹാസങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു വൃക്ഷമാണ് നമ്മുടെ ഈ ശിംശിവ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ശിംശിവയുടെ പൂ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല, അതിൻ്റെ ആ ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ഒരുപാട് ഇതിഹാസങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആത്മബന്ധമുള്ളൊരു വൃക്ഷമാണ് നമ്മുടെ ഈ ശിംശിവ എന്ന് പറയുന്നത്. നമ്മുടെ രാമായണത്തിൽ ലങ്കേശ്വരനായ രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ ലങ്കയിൽ അശോകവനിയിൽ നമ്മുടെ ഈ ശിംശിവയുടെ ചുവട്ടിലാണ് ശ്രീരാമനെ ഓർത്ത് ദുഃഖിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഗവതത്തിലും ഈ രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ ലങ്കയിൽ ചെന്ന് കാണുന്ന ഒരു രംഗം വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. തതോ ദർശ ഭഗവാൻ അശോക വനികാശ്രമേ ശ്യാമംസ്യ വിരഹവ്യാധി ശിംശിബാമൂലം ആശ്രിതം. ഇങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ ലങ്കയിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ആ ഒരു കണ്ടുമുട്ടലിനെ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലുള്ള വൃക്ഷങ്ങൾ പൂക്കുമ്പോൾ അടുത്തടുത്ത പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.